തോറ്റോടാൻ പോകുന്നില്ല. ആ, ആന്റിയുടെ പണി നടക്കട്ടെ. അത് കഴിയുമ്പോ എന്നെ വിളിച്ചാ മതി. നിന്റെ ജോലി നിനക്കിവിടെ ചെയ്തൂടെ അമ്പിളി? അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് നീ പറ, ഞാനത് ഉണ്ടാക്കി വെക്കാം. അത് വേണ്ട ആന്റി. അമ്പിളി ഒരു കാര്യം തീരുമാനിച്ചതാ. പുതിയ സ്റ്റവും സാധനങ്ങളൊക്കെ വാങ്ങുന്നത് വരെ ഇതൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആന്റിയുടെ ജോലി കഴിയട്ടെന്ന്. എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബം ഇത്? അനന്തമാഷിന്റെ പഞ്ചരത്നത്തെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. സുശീലെന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? വാ, അകത്തേക്കിരിക്കി. നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. അതൊക്കെ നമുക്ക് സംസാരിച്ചൂടെ? വന്ന കാലി നിൽക്കാതെ അകത്തോട്ടിരിക്കേ. എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ മരുമകൻ ധനനോടാ. അവനില്ലേ ഇവിടെ? അവനെ വിളിക്ക്. ധനനോടാണോ? എന്താ കാര്യം? അതൊക്കെ ഞാൻ അവനോട് നേരിട്ട് പറഞ്ഞോളാം. അച്ഛാ, എന്താ അച്ഛാ? എന്തിനാ ആ സ്ത്രീ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നേ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ കാര്യം? നിങ്ങൾ എന്തിനാ എന്നെ തിരക്കുന്നേ? എന്തിനാന്ന് നിനക്കറിയില്ലേ? എന്റെ മകനെയും ഹർഷയും ചേർത്ത് അപവാദം പറഞ്ഞു പരത്തുന്ന നീയല്ലേ? നിങ്ങൾക്ക് എന്താ? ഞാനെന്തിനാ നിങ്ങളുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നത്? ആ, അത് തന്നെ എനിക്കും അറിയേണ്ടത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങളെ നീ കണ്ടപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചതാ. തള്ളേ, വെറുതെ എന്റെ ഭർത്താവിനെ കുറിച്ച് ഓരോന്ന് പറയരുത്. ഓ വാസന്തി, വേണ്ട, നീ ഒന്നും പറയണ്ട. അച്ഛൻ കേട്ടില്ലേ ഇവർ ഈ പറയുന്നത്? ഇവർക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നമ്മുടെ വീട്ടിൽ വന്ന് എന്റെ ഭർത്താവിനെ ചീത്ത പറയുന്നത്? പറയൂടി, ഞാൻ പറയും. നിന്റെ കെട്ടിയവന്റെ നശിച്ച നാവ് കാരണം എനിക്കും എന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം എത്രയാണെന്ന് നിനക്കറിയാമോ? സുശീല, നിർത്ത്. ഇവിടെ കിടന്നിങ്ങനെ മേളുണ്ടാക്കുന്നത് നടക്കത്തില്ല. താൻ ആദ്യം തന്റെ മരുമകനെ മര്യാദ പഠിപ്പിക്കേ, എന്നിട്ട് മതി എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത്. ഓഹോ, ഞാൻ നിങ്ങളോട് ഇതുവരെ മര്യാദയ്ക്കാ സംസാരിച്ചത്. അത് നിങ്ങളെ പേടിച്ചിട്ടല്ല, നിങ്ങളെപ്പോലെ ചെലക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ടാ. സംസ്കാരോ? നിനക്കോ? ഭാര്യ വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്ന് ഉണ്ടു ഉറങ്ങിയും കഴിയുന്ന നിനക്ക് എന്ത് അന്തസ്സാടാ ഉള്ളത്? തള്ളേ, മര്യാദയ്ക്ക് സംസാരിച്ചോ. എന്റെ ഭർത്താവിനെ കുറിച്ച് ഇനി ഒരിക്കൽ കൂടി മോശം പറഞ്ഞാ തള്ളേ എന്റെ സ്വഭാവം നിങ്ങൾ എന്ത് ചെയ്യൂടി? ഞാൻ ഇവനെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കണ്ടോ? മര്യാദക്ക് നിർത്താനല്ലേ പറഞ്ഞത്? ഇറങ്ങി പോയിക്കോ എന്റെ വീട്ടിൽ നിന്ന്. എന്താ പറഞ്ഞേ? ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഇനി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടാൽ എന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. താൻ എന്നെ ഇറക്കി വിടുവല്ലേ? പിന്നെ അതെ, നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ, വേഗം ഇറങ്ങാൻ നോക്ക്. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ കേട്ടുന്നതേ ഈ മനുഷ്യനെ ബഹുമാനിച്ചിട്ടാ. നിങ്ങളുടെ മകനെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞെന്നാ? അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ല. എന്താ ഇത്ര തെറ്റ്? സ്വന്തം മകനെ മറ്റൊരു പെണ്ണിനൊപ്പം കഴിയാൻ സൗകര്യമൊരുക്കി കൊടുത്ത് കൂട്ടി നിൽക്കുന്ന സ്ത്രീയല്ലേ നിങ്ങള്? ഇതിനുള്ള മറുപടി ഞാൻ തരാം. എന്താണെന്ന് വെച്ചാ അയക്കോ, പക്ഷേ ഈ പടിക്ക് പുറത്തു വെച്ച് മതി. ഈ സുശീല ആരാണെന്ന് നിങ്ങളൊക്കെ അറിയും. കണ്ടോ? പോ, ഇറങ്ങിപ്പോ. ഓരോ വയ്യാവേലികള്. ഓ, വന്നോ അടുത്ത പൂതനകള്? നീ എന്തിനാണ് ഈ അമ്പലത്തിൽ പോയത്? നീ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല. ആന്റി എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? നീ അല്ലടി നിന്റെ ചേച്ചിയോട് നുണ പറഞ്ഞു കൊടുത്ത് അവളെ ഇളക്കി വിട്ടത്. ഞാൻ ആരോടും ഒരു നുണയും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് സത്യം തന്നെയാ. നിങ്ങളുടെ മകനും നിങ്ങളും എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ചേച്ചിക്കറിയാം. ഓ, എന്ത് കണ്ടിട്ടാടി നീ അഹങ്കരിക്കുന്നത്? നിന്റെ ഈ അഹങ്കാരത്തിനൊന്നും അധികം ആയുസില്ലടി. നീയൊക്കെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും.
എടി, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇറങ്ങിപ്പോവാനേ പറഞ്ഞുള്ളൂ. ഇനിയേ ചവിട്ടി പുറത്താക്കാൻ ഇടവരരുത്. ആ ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും, നോക്കിക്കോ. എന്റെ കണ്ണീര് വീഴ്ത്തിയിട്ട് ആരും സുഖിച്ച് ജീവിച്ചിട്ടില്ല. എല്ലാം നശിച്ചു പോകത്തുള്ളൂ, നോക്കിക്കോ. തള്ള ഇത് നശിച്ച വർഗങ്ങള്. എങ്ങനെയെങ്കിലും ഈ ആഴ്ച തന്നെ ക്യാഷ് റെഡിയാക്കി അനുവിൻ്റെ കയ്യിൽ നിന്ന് ഷോപ്പ് എഴുതി വാങ്ങിക്കണം. ഒരു ചിട്ടി ഉണ്ടായിരുന്നു, ഇന്നലെ ഞാൻ വിളിച്ചു. 8 ലക്ഷം രൂപ കിട്ടും. പിന്നെ ഒരു 6 ലക്ഷം രൂപ ബിസിനസ്സിൽ നിന്ന് തൽക്കാലം മറിക്കാൻ പറ്റും. എന്നാലും വേണം 11 ലക്ഷം രൂപ. ഈ ട്രാവൽസിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ എടുത്ത് റോൾ ചെയ്യാൻ പറ്റും ചേട്ടാ. ഞങ്ങളത് ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വണ്ടിയുടെ മെയിൻ്റനൻസിനും മറ്റും വെച്ച കാശായിരിക്കില്ലേ? അതെടുത്താൽ പിന്നെ വണ്ടിക്ക് പണി വന്നാൽ എന്ത് ചെയ്യും? അത് അപ്പം ആലോചിക്കാട്ടാ. ആദ്യം എന്തിരേട്ടൻ ഷോപ്പ് എഴുതി വാങ്ങിക്കുക. ഈ 5 കൂടി ആവുമ്പോൾ മൊത്തം 19 ആവും. ബാക്കി 6 ലക്ഷം എവിടെ നിന്ന് ഒപ്പിക്കും? എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്. പക്ഷെ പണയം വെച്ച 6 ലക്ഷം രൂപ കിട്ടുമെന്ന് തോന്നുന്നില്ല. ടെൻഷൻ ഇല്ല സോനെ, 50 പവൻ സ്വന്തമായിട്ടുള്ള ആളിവിടെ ഉണ്ടല്ലോ.